അങ്ങനെ 2 വർഷത്തിന് ശേഷം സൂര്യയുടെ കങ്കു വന്ന് റിലീസ് ചെയ്തു. അതായത് സൂര്യ ഫാൻസ് ഒക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു. അതായത് 2 years ആഫ്റ്റർ അവരുടെ ഹീറോയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. ലാസ്റ്റ് വന്നത് എതിർക്കും തുനിന്തവനും പിന്നെ റോളക്സിലെ വിക്രത്തിന്റെ ക്യാരക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ എതിർക്കും തുനിന്തവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ പടമാണ്. റോളക്സിന്റെ കാര്യം തന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. 3 മിനിറ്റ് കൊണ്ട് വന്നിട്ട് അടിച്ച് തൂക്കി പോയിട്ടുള്ളൊരു സീനാണ്. സോ അടുത്തൊരു സിനിമ എന്ന് തിയേറ്ററിൽ വരുമെന്ന് അവരിങ്ങനെ 2 വർഷമായിട്ട് കാത്തിരുന്ന് വന്ന പടമാണ് ഈ കങ്കുവ എന്ന് പറയുന്നത്. കങ്കുവ അനൗൺസ് ചെയ്ത ടൈം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ശിവ എന്ന് പറയുന്ന ഡയറക്ടറുടെ പേര് കേട്ടപ്പോൾ മൊത്തത്തിൽ ആൾക്കാർക്ക് ഒരു വലിയ ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കങ്കുവയ്ക്കും അല്ലെങ്കിലും ഇപ്പോൾ റിലീസിനോട് അടുക്കുന്ന കുറച്ച് സമയം വരെ കങ്കുവയ്ക്ക് തീരെ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശിവ എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടായിരുന്നു പ്രതീക്ഷ ഇല്ലാണ്ടിരുന്നത്. പക്ഷെ റിലീസിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ സ്റ്റുഡിയോ ഗ്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ സ്റ്റേറ്റ്സിലും പോയി നല്ല രീതിയിൽ പ്രൊമോഷൻസ്, അതായത് ഈ സിനിമയിലെ മെയിൻ ആളായിട്ടുള്ള സൂര്യ എന്ന് പറയുന്ന നടൻ ശരിക്കും കോർട്ടിലിറങ്ങി കളിക്കാന്ന് പറയില്ലേ, ആ ലെവലിൽ ഇറങ്ങിയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ പ്രൊമോഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഹൈപ്പ്. ഞാൻ ഇതേപോലെ ഒരു നടനും ഒരു സിനിമേനെ പേടി, അതായത് മുഖ്യധാര നടനും തൻ്റെ സിനിമേനെ പേടി ഇങ്ങനെ ഹൈപ്പ് കൊടുക്കണത് ഞാൻ കണ്ടിട്ടില്ല. അതായത് പുള്ളി പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതായത് ഇന്ത്യൻ സിനിമയിലെ ഏതൊരു ക്രിയേറ്ററോ അല്ലെങ്കിൽ ഡയറക്ടറോ വാ തുറന്ന് പാക്ക പോറാന്ന് പറഞ്ഞത് വാ പൊളിച്ചിരുന്ന് കാണുന്ന പറഞ്ഞ കങ്കു കണ്ടിട്ട് കരൺ ജോഹർ എങ്ങനെ ചോദിച്ചു ഇത് എങ്ങനെ എടുത്തു പടം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്രമാത്രം കോൺഫിഡൻസ് സൂര്യ സിനിമയ്ക്ക് മേലെ കൊടുക്കണുണ്ടപ്പോൾ എല്ലാവർക്കും എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആയിട്ട് തോന്നി. ഈവൻ എനിക്ക് വരെ തോന്നി. ഒന്നും കാണണ്ടെന്ന് സൂര്യ ഒന്നും പറയില്ല, പടത്തിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ പടത്തിന്റെ പ്രൊഡ്യൂസറോ പറയണത് നമുക്ക് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രൊമോഷനോ അല്ലെങ്കിൽ അവരുടെ തള്ളു ഇതിന്റെ ഭാഗമായിട്ട് നയിക്കാം. പക്ഷെ സൂര്യ പോലത്തെ ഒരു നടൻ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഇല്ലാണ്ട് പറയില്ല എന്നുള്ള ഇതായിരുന്നു. അതുപോലാണ്ട് ജ്ഞാനവേൽ രാജ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിച്ചു 1000 കോടി നേടുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തൊരു 1000 കോടിയുടെ വർത്തമാനം പറയണം, ഞാൻ 2000 കോടിയുടെ കാര്യം പറയണമെന്ന് പറഞ്ഞു. 2000 കോടി നേടുന്നു കങ്കുവ. പിന്നെ അത് മാത്രമല്ല ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു ഈ ഓഡിയോ ലോഞ്ചിൽ വന്നിട്ടുള്ള ആൾക്കാർ ഈ പാസ് എടുത്ത് വെച്ചോ, പടത്തിന്റെ സക്സസ് മീറ്റ് ഡിസംബറിൽ നടത്തും. അപ്പോൾ ഈ പാസ് വെച്ചിട്ട് വേൾഡിലെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വെച്ചിട്ട് നമ്മളൊരു പ്രൊമോഷൻ സക്സസ് മീറ്റ് നടത്തുന്നു. സോ ആ ലെവലിലുള്ള പ്രൊമോഷൻസ് ഒക്കെ കൊട്ടുപ്പ് ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. പക്ഷെ സിനിമ റിലീസ് ചെയ്തിപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ക നെഗറ്റീവ് റിപ്പോർട്ട്സ് ആണ്. പക്ക നെഗറ്റീവ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ആരെയും ഞാൻ മൊത്തത്തിൽ 10 റിവ്യൂസ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ 9 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പടത്തിനെ പറ്റി പറയില്ല. ഞാൻ പടം നാളെയാണ് കാണാൻ പോകുന്നത്. ഞാൻ പടം ഫ്ലോപ്പ് ആണെങ്കിലും മോശം റിവ്യൂ ആണെങ്കിലും പടം കാണും. കാരണം ഞാൻ സുരത്തേജ് ശിവ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. സൂര്യൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇവര് ഒന്നിക്കുന്ന പടം ഫ്ലോപ്പ് ആണെങ്കിലും വാളാണെങ്കിലും നമ്മൾ പോയി കാണും, അത് വേറെ കാര്യം. പറഞ്ഞു വരുന്നത് കങ്കുവയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് റിപ്പോർട്ട്സ് ആണ് ഓൾ ഓവർ ദ ഏരിയ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രതീക്ഷ തന്നെയാണ്. ശിവേനെ കുറെ പേര് അതായത് ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യില്ല ശിവ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ എന്ന് പറയുന്ന ടെക്നീഷ്യൻ ആസ് എ ഡയറക്ടർ ഈ അടിപൊളിയാണ്. പുള്ളി ഒരു സിനിമോട്ടോഗ്രാഫർ ആയിരുന്നു. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ നല്ല കഴിവുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ സംടൈംസ് ഏതൊരു ഡയറക്ടറിനും പണി പാടാം. അടിതെറ്റി ആനയും വീഴുന്ന പറയുന്ന പോലെ ആകെപ്പോൾ വീഴാത്തത് എനിക്ക് തോന്നുന്നത് രാജമൗലി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചെറുതായിട്ട് വീഴുന്നുണ്ട്, ഈവൻ നമ്മുടെ ശങ്കർ അണ്ണം വരെ. അപ്പോൾ പറഞ്ഞു വന്നത് കങ്കുവയ്ക്ക് റെസ്പോൺസുകൾ ഇങ്ങനെയാണ്. പക്ഷെ ഇനി വരും ദിവസങ്ങളിലൊന്നും അത് മാറി മറിയാൻ പോകുന്ന റെസ്പോൺസ് നല്ലത്. ചില റെസ്പോൺസ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളമാണ് വരും ദിവസങ്ങളും വരാന്നുള്ളത്. പക്ഷെ ഈ ഓവർ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് വരുന്ന ഏറ്റവും വലിയ പാര എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല 2 വർഷമായി തിയേറ്ററിലേക്ക് ഒരു സൂര്യ സിനിമ വന്നിട്ട് തമിഴ്നാട്ടിലൊന്നും കങ്കുവയ്ക്ക് സ്ക്രീൻസ് കൊടുക്കുന്നില്ല എന്നായിരുന്നു വലിയ പരാതി ഉണ്ടായിരുന്നത്. 350 സ്ക്രീൻസ് അങ്ങനെ ഉള്ളൂ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ പറയപ്പെടുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടകാല സമയത്ത് തിയേറ്റേഴ്സിന്റെ കൂടെ നിൽക്കാണ്ട് OTTക്ക് 2 സിനിമകൾ, തിയേറ്ററിൽ ഷുവർ ഷോട്ട് ഹിറ്റ് അടിക്കുന്ന 2 സിനിമകൾ OTTക്ക് കൊടുത്ത ആളാണ് സൂര്യ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്സ് ചർച്ചകളൊക്കെ ട്വിറ്ററിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം സൂര്യ കൂട്ടറും ജയ്ബിയും നല്ല കിടിലം പടങ്ങളാണ്. പെർഫോമൻസ് വൈസ് സൂര്യ എന്ന് പറയുന്ന നടനെ കൊണ്ട് മാത്രം കഴിയുന്ന പടങ്ങളാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. അപ്പോൾ ആ സിനിമകളൊക്കെ തിയേറ്റേഴ്സിന് കൊടുക്കാണ്ട് OTTക്ക് കൊടുത്തു. ആ സമയത്താണ് വിജയ് മാസ്റ്റർ OTT ഒരുപാട് ഹൈ പ്രൈസ് ചോദിച്ചിട്ടും അത് കൊടുക്കാണ്ട് 50% ഓക്യുപ്പൻസിയിലും കൂടി തിയേറ്റേഴ്സിലേക്ക് കൊടുത്തത്. സോ അതൊക്കെ തിയേറ്റേഴ്സുകാരുടെ മനസ്സിലുണ്ടെന്നൊക്കെ പറഞ്ഞ ചർച്ചകളാണ്, നമുക്കറിയില്ല സത്യാവസ്ഥയാണോ എന്നുള്ളതൊക്കെ. പക്ഷെ അതുകൊണ്ട് തന്നെ തമിഴ്നാട് തിയേറ്റേഴ്സും നല്ല ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും കങ്കുവയ്ക്ക് ഉണ്ടായിരുന്നില്ല.
പിന്നെ മാത്രമല്ല അമരൻ നല്ല കളക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റഡി കളക്ഷനിൽ നല്ല കളക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 125 crores എബോ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ ഇപ്പോൾ കളക്ഷൻ 300 കോടി ക്ലബിലിരിക്കണം പടം പോകാൻ പോണേ. പിന്നെ 60 ഷോയുമായി വന്ന ലക്കി ഭാസ്കർ 1000 ഷോയ്ക്ക് മേലെ, ലക്കി ഭാസ്കറും ഹെവി കളക്ഷനിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും എല്ലാ ഘടകങ്ങളും വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വലിയ സപ്പോർട്ട് കന്തുവിക്കില്ലായിരുന്നു ഞാൻ കേട്ടത്. പക്ഷേ റിപ്പോർട്ട് നേരെ തിരിച്ചായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറിയാനെ. പക്ഷേ നിർഭാഗ്യവശാൽ റിപ്പോർട്ടുകൾ വളരെ മോശമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പടം കണ്ടിട്ടില്ല, ഞാൻ പടം കണ്ടിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മൾ പടം കാണും, നാളെ ഞാൻ പടം കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായം താഴെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം.